മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ് കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെ. നിങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാ ഈ കുട്ടി ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് നിങ്ങൾ വാശി പിടിച്ചത്. ഊട്ടുപുരയിൽ വന്ന് എല്ലാവരും വയറ് നിറച്ച് അന്നം കഴിച്ചിട്ടേ പോകാവൂട്ടോ. ഊട്ടുപുരയിൽ ഇലയിടാൻ തുടങ്ങി. വിശക്കുന്നുണ്ടെങ്കിൽ വന്ന് കഴിച്ചോളൂ. നല്ല വിശപ്പുണ്ട്. ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. ഇവിടെ അന്നദാനം നടക്കുമ്പോ മോളെന്തിനാ പട്ടിണി കിടക്കണേ? എനിക്ക് ഇവളെ കണ്ടപ്പോ പിച്ചക്കാരിയെ പോലെ തോന്നി. ഞാൻ നിർബന്ധിച്ചിട്ടാ ഈ കുട്ടി ഉണ്ണാൻ കയറിയിരുന്നത്. ഇപ്പൊ ഇവിടെ ഇരുന്ന് ഈ സദ്യ കഴിക്കണമെങ്കിലേ എന്റെ കൊച്ചുമോളുടെ കാല് പിടിച്ച് മാപ്പ് പറയണം. അച്ഛന്റെ അമ്മയുടെയും മുതിർന്നവരുടെയും കാലം മാത്രമേ പിടിക്കാൻ പാടുള്ളൂ. ഈ കുട്ടിക്ക് എന്റെ പ്രായമല്ലേ ഉള്ളൂ. ഞാൻ ചെയ്യുന്നതെല്ലാം ഭഗവാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ തന്നോണ്ടിരിക്കുന്നത്. എന്നെ പോലെ തന്നെ ഇയാളും നേർച്ചയും വഴിപാട് നടത്താവുന്ന ആളാണോ? അതൊക്കെ പിന്നെ പറയാം. കുട്ടിക്ക് വിശക്കുന്നില്ലേ? വിശപ്പൊക്കെ ഞാൻ സഹിച്ചോളാം. വനവാസ കാലത്ത് ശ്രീരാമൻ എന്താവും കഴിച്ചിട്ടുണ്ടാവുക? അതെനിക്കറിയില്ല. ഇത് ഞാവൽപ്പഴോ? കഴിച്ചോ, വിശപ്പ് മാറും. ഇന്നലെ മുതല് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഈ ഞാവൽപ്പഴം കഴിച്ചാലൊന്നും എന്റെ വിശപ്പ് മാറില്ല. ഒരു ചീരയില കൊണ്ട് അന്യന്റെ വിശപ്പടക്കാൻ ദ്രൗപദിക്ക് കഴിഞ്ഞെങ്കിൽ ഒരു ഞാവൽപ്പഴം കൊണ്ട് സ്വന്തം വിശപ്പടക്കാൻ നിനക്ക് കഴിയും. വിശപ്പ് മാറിയോ? വയറ് കത്തുന്ന പോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല.
കാര്യമായ ആലോചനയിലാണല്ലോ. അച്ഛനെയും അമ്മയൊക്കെ ഓർത്തുപോയി. ഓർത്തത് നല്ല കാര്യങ്ങളോ അതോ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളോ? നല്ല കാര്യങ്ങൾ കുറച്ചേ ഉള്ളൂ ഓർക്കാൻ, കൂടുതലും സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളാ. സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ ഓർക്കാതിരുന്നൂടെ? പിന്നെ അച്ഛനെ അമ്മ ഓർക്കാതിരിക്കാൻ പറ്റുമോ? നല്ല ഓർമ്മകൾ കുറച്ചെങ്കിലും ഉണ്ടാവില്ലേ? അത് മാത്രം ഓർത്താ മതി. എല്ലാവർക്കും ഉണ്ട് സങ്കടപ്പെടുത്തുന്ന ഓർമ്മകൾ. എന്റെ അത്രേ സങ്കടം ആർക്കും ഉണ്ടാവില്ല. ഉഹും. അത് ബാലാമണിക്ക് വെറുതെ തോന്നുന്നതാ. ദാ ആ ശ്രീകോവിലിരിക്കുന്ന ആളെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. എന്തൊക്കെ അനുഭവിച്ചതാ. ജയിലിലല്ലേ ജനിച്ചത്. സ്വന്തം അച്ഛനെയും അമ്മയും കാണാതെ എത്ര കാലാ കഴിഞ്ഞത്. സ്വന്തം അമ്മാവൻ തന്നെ കൊല്ലാൻ ശ്രമിച്ചില്ലേ, അതും പലവട്ടം. അതൊക്കെ ആലോചിച്ചിട്ട് ബാലാമണി പറയൂ, ബാലാമണിയേക്കാൾ വലിയ കഷ്ടപ്പാടുകൾ അനുഭവിച്ചവർ, ഇപ്പോൾ അനുഭവിക്കുന്നവർ ഈ ഭൂമിയിലില്ലേ? അക്കരയുണ്ണിയുടെ സംസാരം കേൾക്കാൻ നല്ല രസാ. ശരിക്കും അക്കരയുണ്ണിയുടെ വീട് എവിടെയാ? അങ്ങ് ദൂരെ അക്കരദേശത്താ. ഇവിടുന്ന് കുറേ പോണം. അക്കരയുണ്ണിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടിൽ എല്ലാരും ഉണ്ട്. അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ. എല്ലാവരും വീട്ടില് നല്ല രസായിരിക്കും അല്ലേ? ഉം. ഹും. അക്കരയുണ്ണി എന്താ ഇങ്ങനെ ഈ വേഷത്തില്? ഞങ്ങളുടെ നാട്ടിലുള്ളവരൊക്കെ ഇതുപോലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുക. അക്കരയുണ്ണിയോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ നല്ല ആശ്വാസമുണ്ട്. ബാലാമണിയുടെ മനസ്സിനിപ്പോ കുറച്ച് സമാധാനം കിട്ടിയില്ലേ? ഞാനും അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഇവിടെ ഇപ്പോ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും പോയി. ബാലാമണിക്ക് ഉറങ്ങണ്ടേ? ഉറങ്ങണോന്നൊക്കെ ഉണ്ട്, പക്ഷേ പേടി തോന്നുന്നു. എന്തിനാ പേടിക്കുന്നേ? വീട്ടിൽ തന്നെ ഒറ്റയ്ക്ക് കിടക്കാൻ എനിക്ക് പേടിയാ. ഇവിടെ മുറിയൊന്നും ഇല്ലല്ലോ. ഇവിടെ എവിടെയെങ്കിലും കിടക്കണ്ടേ? എന്ത് ധൈര്യത്തിലാ കിടക്ക? ആ അതൊക്കെ പോട്ടെ, അക്കരമണിക്ക് പോണ്ടേ? വീട്ടിൽ അച്ഛനും അമ്മയ്ക്ക് നോക്കിയിരിക്കില്ലേ? ഞാൻ പോയിക്കോളാം. ബാലാമണി ദേ അവിടെ ചെന്നിടന്ന് ഉറങ്ങിക്കോളൂ. ചെല്ലു.
ഭഗവാനെ രക്ഷിക്കണേ. അല്ല, ദേവകി അമ്മയെ കണ്ടിട്ട് ഒരാഴ്ചയോളം ആയല്ലോ. മുട്ടുവേദന അധികമായി. ഓ, ഒരടി നടക്കാൻ പറ്റാണ്ടായി. ആ, വാസുവൈദ്യരെ കണ്ട് കുഴമ്പിട്ട് ചൂട് പിടിച്ചു. ഇപ്പൊ കുറച്ച് സമാധാനമുണ്ട്. നിത്യവും എന്റെ ഭഗവാനെ കണ്ടില്ലെങ്കിൽ മനസ്സിനാകെ ഒരു സമാധാനക്കേടാ. കൃഷ്ണ ഭഗവാനെ. മൂലസ്ഥാനത്ത് നടന്ന കോലാഹലങ്ങളൊക്കെ ദേവകിയമ്മ അറിഞ്ഞില്ലേ? അറ്റവും മൂലം കേട്ടു. വിശദമായിട്ട് ആരും ഒന്നും പറഞ്ഞു തന്നില്ല. എന്താ ഉണ്ടായ തിരുമേനി? ഒരു പെൺകുട്ടി 41 ദിവസം കുളിച്ചു തൊഴാൻ വേണ്ടി വന്നു. ചില നേർച്ചകളും വഴിപാടുകളും ഒക്കെ നടത്താനായിട്ട് സ്വന്തം കൈകൊണ്ട് കിട്ടിയ മാല ഭഗവാന്റെ വിഗ്രഹത്തിൽ ചേർത്തണമെന്ന് അവക്ക് വലിയ ആഗ്രഹമായിരുന്നു. കൊച്ചുമോള് കെട്ടിയ താമരമാലയെ വിഗ്രഹത്തിൽ ചാർത്താവൂന്ന് വർമ്മ സാറ്. അവൻ എപ്പോഴും സ്വന്തം കാര്യം മാത്രമേ നോക്കൂ. മറ്റുള്ളവരൊക്കെ അവന്റെ താളത്തിന് നിന്നോണം. പണ്ടേ അങ്ങനെയാ. അവള് പോയി മൂലസ്ഥാനത്തെ വിഗ്രഹത്തിൽ മാല ചാർത്തി. എന്തുകൊണ്ടാണെന്നറിയില്ല, വിഗ്രഹം ചരിഞ്ഞു. അവളും ത്രികാലനും കൂടി പിടിച്ച് ചരിച്ചതാണെന്ന് വർമ്മ സാർ. വർമ്മ സാറിന്റെ വായിലിരിക്കണത് മുഴുവൻ കേട്ടു. തല്ലും കൊണ്ടു. പാവം. കണ്ണിച്ചോറ ഇല്ലാത്തവൻ അവൻ. വിഗ്രഹം പഴയപടിയാക്കാൻ ആർക്കും കഴിഞ്ഞില്ല. വർമ്മ സാറും ശ്രമിച്ചു, പറ്റിയില്ല. തടിമാടന്മാരായ വില്ലന്മാരെ കൊണ്ട് പോയിരിക്കുക വിഗ്രഹം പിടിച്ച് നേരെയാക്കാൻ. അയ്യോ അയ്യോ, ഇവന്മാരെ കൊണ്ടൊന്നും പറ്റുന്ന ലക്ഷണമില്ലല്ലോ. നേരത്തോട് നേരമായി ഭഗവാൻ നിപ്പ് തുടങ്ങിയിട്ട് തറവാടിന്റെ മൂർത്തിയാണെന്ന് പറഞ്ഞിട്ട് ഈ വർമ്മയെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ പാവം, കഷ്ടം. തനിക്ക് എന്താണോ വർമ്മദേഹത്തെ കാണുമ്പോ ഇത്ര ഇഷ്ടക്കേട്? ആവശ്യത്തിന് അനാവശ്യത്തിനൊക്കെ വർമ്മദേഹത്തിന് മണ്ട കയറുന്നുണ്ടല്ലോ. അല്ല, ഒരു തണ്ടി നടക്കുന്ന ഭ്രാന്തന്മാർക്ക് തറവാടികളുടെ മഹത്വം കണ്ട പിടിക്കില്ല. പ്രതികരിക്കണ്ട. തറവാടിത്തെ ആദ്യത്തിന്റെ പ്രവൃത്തി കൂടെ കാണിക്കേ. ഈ നിൽക്കുന്ന വിഗ്രഹം താൻ ഉയർത്തി കാണിച്ച അപ്പൊ ഞാൻ പറയാൻ താൻ തറവാടിയാണെന്ന്. ഇയാളൊന്നും അങ്ങോട്ട് മാറി എന്താണോ നോക്കിയേക്കുന്നത്? ഒന്ന് വന്ന് സഹായിക്കേ. അവരൊന്ന് ഒത്തുപിടിക്കേ. അതെ, വല്ലതും നടക്കുവോ? ചേട്ടാ, ഇത് ശരിയാവും തോന്നുന്നില്ല. എന്താ ഇപ്പൊ ചെയ്യുക? വേറൊരു മാർഗമുണ്ട്. അതെന്താ? വലിക്കങ്ങോട്ട്. പോയി സഹായിക്കണോ അവരെ? വലിക്കങ്ങോട്ട്.
അയ്യോ ഒത്തുപിടിച്ച മലയും പോരും, പക്ഷേ കണ്ണനെ പൊക്കാൻ പറ്റില്ല. ആരോടാ കാര്യം? പിടിക്ക് 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 ശക്തിയായിട്ട് പിടിക്ക്. അയ്യോ എവിടുന്ന് കിട്ടിയണോ എനിക്ക് ഇവരൊക്കെ? പഠിക്കൊണ്ട് മൂന്ന് വലിക്ക് ഒരുമിച്ച് എന്താ കിട്ടുന്നത്? നീ ഒന്ന് ചെല്ലാണ്ട്. ശക്തിയായിട്ട് പിടിക്ക്. വലിക്കങ്ങോട്ട് വലിക്കാൻ, അങ്ങോട്ട് വലിക്കാൻ. ശക്തിയായിട്ട് പിടിക്ക്. നിങ്ങളുടെ ശക്തി തെളിയിക്കാനുള്ള സ്ഥലമല്ല ഇത്. മാറി നിൽക്ക്. വാശിയും മത്സരവും ഒക്കെ ആകാം, പക്ഷെ ഈ വിഗ്രഹത്തിന്റെ പേരും പറഞ്ഞു വേണ്ട. അത് ചോദിക്കാൻ നിങ്ങളാരാ? നിനക്കറിയില്ലേ ഞാൻ ആരാണെന്ന്? പറയടാ, എന്നെ അറിയില്ലേ നിനക്ക്? ബന്ധങ്ങളൊക്കെ അറുത്തുമുറിച്ച് കളഞ്ഞിട്ട് കാലം കുറയായി. ഇനി ആ ബന്ധം പറഞ്ഞ് എന്റെ മുന്നിൽ വരണ്ട. വന്നില്ലല്ലോ. ബന്ധം പറഞ്ഞ് ഞാൻ അനിയന്റെ ഉമ്മർത്ത് വന്നില്ലല്ലോ. എന്നെ അനിയെന്ന് വിളിക്കേണ്ടത് പറഞ്ഞില്ലേ? ഇങ്ങനെ ഒരു ബന്ധമില്ലെന്ന് അച്ഛൻ പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ചത്തുപോയി കരുതി അച്ഛന്റെ വാക്ക് പാലിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അനിയ, വാക്കുകൊണ്ട് നിനക്ക് ബന്ധം നിഷേധിക്കാം, പക്ഷേ രക്തം കൊണ്ട് നിനക്കത് നിഷേധിക്കാൻ പറ്റില്ല. ഗോവർദ്ധനപുരം ക്ഷേത്രത്തിലും ഈ മൂലസ്ഥാനത്തിലും എനിക്കും നിനക്കും ഒരേ അവകാശമാണ്. അത് നിനക്ക് നിഷേധിക്കാൻ പറ്റുമോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇത് ഈ ത്രികാലനോ ഈ കുട്ടിയോ ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മൂലസ്ഥാനത്തെ ഭഗവാന്റെ അത്ഭുതങ്ങൾ കേൾക്കാത്തവര് ഈ നാട്ടിൽ ആരാ ഉള്ളത്? മാല ഇടാൻ കഴിയാതെ ഈ കുട്ടി കരയുന്നത് കണ്ടപ്പോ ഭഗവാന് സഹിക്കാൻ പറ്റിയില്ല, തല കുനിച്ചു കൊടുത്തു. ദയാനിധിയല്ലേ? അത് കൊള്ളാം, ദയാനിധി. ഇതിലും വലിയൊരു അത്ഭുത കഥ ഞാനിതിനു മുമ്പ് കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ട് നീ. ഈ ഭഗവാനെ കുറിച്ച് ഇതിലും വലിയ അത്ഭുത കഥകള് കുട്ടിക്കാലത്ത് നമ്മൾ ഒരുമിച്ചിരുന്ന് കേട്ടിട്ടുണ്ട്. എനിക്കതൊന്നും ഓർമ്മയില്ല. അല്ല, അക്കരെ ഉണ്ണി എന്താ ഒന്നും മിണ്ടാതിരിക്കണൊക്കെ നിക്കുന്നേ? ആങ്ങളുടെയും പെങ്ങളുടെയും തർക്കം കേൾക്കാൻ നല്ല രസം. അപ്പോ ഈ വിഗ്രഹം ഇനി ഇങ്ങനെയൊക്കെ നിന്നാ മതിയെന്നാണോ അക്കരെ ഉണ്ണിയുടെ അഭിപ്രായം? ഞാൻ അന്യനല്ലേ ത്രികാല? തൊഴാൻ വന്നയാൾ ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെടുന്നത് മോശമല്ലേ? എൻ്റെ അഭിപ്രായമല്ല, എൻ്റെ ആഗ്രഹമാണ് ഞാൻ പറയുന്നത്. വിഗ്രഹം വീണ്ടും നിവർന്നു നിൽക്കണം. തല ഉയർത്തി നിൽക്കുന്ന ഭഗവാനെ കാണാനാണ് ഭക്തർക്കിഷ്ടം. അതിനെന്താ ഒരു വഴി? ഈ മല്ലന്മാരെല്ലാം കൂടെ ഒത്തുപിടിച്ചിട്ട് നടക്കാത്തൊരു കാര്യമല്ലേ? വഴിയുണ്ട്, ഞാൻ പറയാം. വേണ്ട വേണ്ട, അതൊക്കെ അങ്ങ് അക്കരെ വെച്ചാ മതി. ഇക്കരത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഒരു അക്കരക്കാരൻ വന്നിരിക്കുന്നു. എന്താ പറഞ്ഞേ? ദയാനിധി ഇവളുടെ മുമ്പിൽ തല കുനിച്ചു കൊടുത്തു അല്ലേ?
കൊള്ളാം കൊള്ളാം കൊള്ളാം. അല്ല, അപ്പൊ ഒരു സംശയം, ഈ ഭഗവാൻ സ്വയം തല കുനിച്ചു കൊടുത്തതാണോ അതോ ഇവളും ത്രികാലനും കൂടി ബലമായി പിടിച്ച് താഴ്ത്തിയതാണോ? പറയിപ്പിക്കാം. ദാ, ഇവളെ കൊണ്ട് തന്നെ ഞാനത് പറയിപ്പിക്കും. തിരുമേനി, ഒന്ന് വേഗം അങ്ങോട്ട് വരിക. ഇന്നൊരു വിശേഷാൽ പൂജയുണ്ട്. ബാല, ഇതിനും പിടിച്ചോണ്ട് വരിക. മാറോ ഓടിങ്ങോട്ട്. പാലാഴി മദനത്തിൽ ദേവന്മാരിൽ നിന്നും അമൃതകുംഭം കവർന്ന അസുരന്മാരെ മയക്കാൻ ഭഗവാൻ മായാമോഹിനിയായി. എന്നാൽ ബാലാമണിയെ ഈ അഗ്നിപരീക്ഷയിൽ നിന്നും രക്ഷിക്കാൻ ഭഗവാൻ എന്ത് മാർഗം സ്വീകരിക്കും?